നമ്മൾ ഈ ഡയബറ്റീസിന്റെ കാര്യവും ഹാർട്ടിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പിന്നെയും പിന്നെയും നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ ആൾക്കാർ ദാറ്റ് ഈസ് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ BMI 20ഉം 21ഉം ഒക്കെ ഈ പുറം വെസ്റ്റേൺ കൺട്രീസിലെ 30ഉം 35ഉം ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് ഇങ്ങനെ ഈ സ്റ്റഡി ഫൈൻഡിങ്സ് പറയുന്നത്. അത്ര വേരിയേഷനാണ് ഈ നേച്ചർ ഓഫ് ദി പാറ്റേൺ. അപ്പം നമ്മൾ പൊതുവെ ഈ പറയുന്ന 25 ലെവല് അല്ലെങ്കിൽ 30 ലെവൽ എന്നൊക്കെ പറഞ്ഞാണല്ലോ BMIനെ പറ്റി പൊതുവെ ഉള്ള ഒരു ധാരണ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്റ്റഡീസ് ഇങ്ങനെ പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ ആ ട്രീറ്റ്മെന്റ് ഇപ്പം മോഡേൺ മെഡിസിൻ വെസ്റ്റേൺ ബേസ്ഡ് മോഡേൺ മെഡിസിനിലെ റെഗുലേഷൻസ് വെച്ചാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് ശരിക്കും ആ ആളുടെ ആരോഗ്യം വിലയിരുത്താൻ സാധിക്കുക? ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആണേലും എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഹെൽത്തിന്റെ സ്റ്റാറ്റസ് ഏകദേശം അറിയാൻ പറ്റും. ഒരു പരിധി വരെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ടെസ്റ്റുകളിലേക്ക് വരിക. രോഗിയെ കാണുന്നു, അതിന് മുമ്പ് തന്നെ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ബേസിക്കലി ഞാൻ കാണാറുള്ളത്. അപ്പം രോഗി വരുന്നതിന് മുമ്പ് തന്നെ രോഗിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ കാലത്ത് കിട്ടാനുള്ള പ്രൊവിഷനുണ്ട്. എല്ലാം എൻ്റർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അത് മാത്രം വെച്ച് ഇന്നത്തെ മോഡേൺ ട്രീറ്റ്മെന്റിൽ നമുക്കത് മാത്രം വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റുകൾ നോക്കുന്നത്. ടെസ്റ്റുകളാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ്. ഒന്ന് നമ്മുടെ ബോഡിയെ അവരെ ആ പേഴ്സണെ പഠിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിയാനായിട്ട്. രോഗത്തിൽ എപ്പോഴും കൊഴുപ്പിന്റെ അളവ് കൂടുതലായിരിക്കും വരുന്നത് ഫസ്റ്റ്. മസിലും ബോണും വീക്കായിട്ട്, അതാണ് നമ്മുടെ ഹെൽത്തിന്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റഡീസിലും എല്ലാം ഇതാണ് വരുന്നത്. അപ്പം നമ്മളുടെ ഈ ഇന്റർനാഷണൽ റിസർച്ച് എല്ലാം പ്രീവിയസ്ലി എല്ലാം വെസ്റ്റേൺ ബേസ്ഡ് ആയിരുന്നു. ഇപ്പോഴാണ് അതിന്റെ കമ്പാരിസൺ ഇന്ത്യൻ പോപ്പുലേഷനിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പോപ്പുലേഷനിൽ എങ്ങനെയാണെന്ന് അറിയുന്നത്. ഇന്ത്യൻസിന് ഇപ്പം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് മറ്റേതാണ് 25 BMI ആണ് അപ്പർ ലിമിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻസിന് 23 BMI ആണ് അപ്പർ ലിമിറ്റ്. നമ്മളുടെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാൻ തന്നെ വില്ലിങ് അല്ല. ഇത് സ്റ്റഡീസും എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും ഈവൻ 23 എന്നുള്ളത് മാക്സിമം. നമുക്കൊരു രോഗമില്ലാതിരിക്കണമെങ്കിൽ ഇന്ത്യൻസിന്റെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, നമുക്ക് BMI ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 to 23 വരെയാണ് ആവുന്നത്. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണോ, BMI കുറച്ച് നിർത്താൻ നോക്കുക. അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പായിരിക്കും വരുന്നത്. നമ്മൾ പേഷ്യന്റിൽ കാണുന്ന, നമ്മൾ കുറച്ച് വേണമെങ്കിൽ വെയിറ്റ് ആദ്യം ഒന്ന് കുറച്ചിട്ട് ഹെൽത്തി ആയിട്ട് പതുക്കെ മസിലും ബോണും ബിൽഡപ്പ് ചെയ്ത് കൂട്ടാന്ന് പറയുമ്പോഴേക്കും കൊഴുപ്പാണ് കൂടി വരുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.